ഇതെൻ്റെ വാഴത്തട കമ്പോസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് കണ്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഇത് നല്ല പവർഫുൾ കമ്പോസ്റ്റ്. അത് ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പില കണ്ടോ, വാഴത്തട കമ്പോസ്റ്റ് ഇട്ട്. എൻ്റെ കർമൂസ് കണ്ടോ, കുഞ്ഞി തൈ ഉഷാറായത്. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലൊന്നുമല്ല കേട്ടോ, നടിയിലുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു വളം ഉണ്ടാക്കുന്നതാണ്. അത് ഒരു ചില്ലിക്കാശ് മുടക്കില്ലാത്ത നല്ല പവർഫുൾ വളം, ചെടികൾ റോക്കറ്റ് സ്പീഡിൽ വളരുന്ന ഒരു പവർഫുൾ വളം. നിങ്ങൾക്കും അതുണ്ടാക്കാം. ഏതാണെന്നറിയോ? വാഴ കണ്ടില്ലേ? ഈ വാഴ കൊലച്ച് ആളായി, കൊലയൊക്കെ വെട്ടി ഇതിലിട്ടതാ, എൻ്റെ ചാനലിലുണ്ട്. ഇനി ഈ വാഴത്തടല്ലേ, ഇതിനാണ് വാഴത്തട എന്ന് പറയുന്നത്. നമ്മൾ വാഴൻ്റെ തണ്ട് എന്നൊക്കെ പറയുന്നത്. കാമ്പടക്കതിലുണ്ട്. ഞാൻ എടുത്തില്ല, കുറേ ഉള്ളത് കൊണ്ട് എടുത്തില്ല. ഇതുകൊണ്ട് ഞാൻ നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കുക. നൈട്രജൻ്റെ ഒരു കണ്ടൻ്റ് അത്. ഇത് നല്ല ഈസിയായിട്ട്, ഇതൊരു നനവാണല്ലോ, പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. അപ്പോൾ ഞാനിത് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരട്ടെ പ്രിയപ്പെട്ടവരെ. നവീനി, ഞാൻ വാഴ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ നിന്ന് ബുദ്ധിമുട്ടാണ്. ഇതിനൊന്നും ഒരു പൈസ മുടക്കില്ല, നമ്മൾ മനസ്സ് വെച്ചാൽ മതി. സാധാരണ എല്ലാവരും വാഴ അങ്ങ് വെട്ടിയിട്ട് കോലയും കുട്ടാക്ക് പോക്കാം. പിന്നെ ആ പരിസരം മൊത്തം കുളന്തും കൊണ്ടിട്ടുണ്ടാവും. ആ പരിസരത്ത് മതി പാമ്പൊക്കെ വരാം, നമുക്ക് ചവിട്ടാൻ കഴിയില്ല. ഞാൻ ഫസ്റ്റ് തന്നെ പറയേ, ഞാൻ പാമ്പ് ഷൂ ഇട്ടിട്ടുണ്ട്, കയ്യോറിട്ടിട്ടുണ്ട്. ഒക്കെ മുൻകരുതൽ, ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും വരികയാണെങ്കിൽ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, ഒരു ജാഗ്രത. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നുറുക്കണം. കുറച്ച് നുറുക്കിയാലേ ഇത് സ്പീഡിലാവുള്ളൂ. നമുക്ക് ചക്ക മടൽ കൊണ്ടുണ്ടാക്കാം, കരിയിലനെ കൊണ്ടുണ്ടാക്കാം. എല്ലാം നല്ല പവർഫുൾ ജൈവവളം ആവുക. നമുക്ക് പൈസ കൊടുത്ത് വളം വാങ്ങാൻ ഇത് എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെ പൈസ കൊടുത്ത് വളം വാങ്ങാൻ നിന്നാൽ നടക്കുമോ? ഇപ്പം നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു 5 പൈസ മുടക്കാത്ത നല്ല പവർഫുൾ ഇങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് വളവും കിട്ടി, പരിസരം വൃത്തിയായി, കൊതുകും ഉണ്ടാവില്ല, ഈച്ച ഉണ്ടാവില്ല, ചീത്ത സ്മെല്ല് ഉണ്ടാവില്ല, അവിടെ എലി ഉണ്ടാവില്ല, പെരിച്ചായി ഉണ്ടാവില്ല. ഇപ്പം പാമ്പിനെ പേടിയല്ലേ? നമുക്ക് യൂട്യൂബ് ഇങ്ങനെ തുറന്നാൽ കാണുന്നത് പാമ്പ് കടിച്ചു മരിച്ചു, പാമ്പ് കടിച്ചു എന്നാ. അപ്പം അതിനും ഒരു പരിഹാരമാവും. നമുക്കാണെങ്കിൽ വളവും കിട്ടും, നല്ല പച്ചക്കറിയും കിട്ടും. പൈസ കൊടുത്ത് പച്ചക്കറി വാങ്ങണ്ട, പൈസ കൊടുത്ത് വളം വാങ്ങണ്ട, മരുന്ന് വാങ്ങണ്ട. എന്തെല്ലാം ഗുണമുണ്ട് ഇതിനൊക്കെ. വേണം നമുക്കൊരു താല്പര്യം. ഞാൻ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. ഇതൊക്കെ നുറുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ, വീഡിയോ അങ്ങ് നീണ്ടു പോകും. ഞാനെല്ലാം നുറുക്കി കഴിഞ്ഞതാ, ഇവിടെ നുറുക്കി കഴിഞ്ഞ് ഇലയും കൊണ്ടുവച്ച് ആവശ്യത്തിന് അതിൽ കുറച്ച് മണ്ണും വേണം. മണ്ണ് ഞാൻ കോരി വെച്ചതാണ്, മണ്ണ് ഇവിടെ ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഫ്രൂട്ട്സ് തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു ഫ്രൂട്ട്സിൻ്റെ അതൊക്കെ അടിപൊളിയായിട്ട് പൂത്ത് കായ്ക്കൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. എൻ്റെ ഏലത്തിൻ്റെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വാഴ വെട്ടി അങ്ങ് പോയതായിരുന്നു. പിന്നെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി റെഡി ആവട്ടെ. ഇനി നമുക്ക് ഒരു വാഴനോട് നമുക്ക് 2 ചാക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അത്രക്കും വണ്ണത്തിലുണ്ടായ പിന്നെ വാഴ അങ്ങക്കൊക്കെ ഉണ്ടാക്കാം. ഞാൻ അതിന് ഫസ്റ്റിൽ വേണ്ടത് നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റിൽ വേണ്ടത് നമുക്കൊരു ചാക്ക് കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു ചാക്ക് മതി നമുക്ക്. ഇനി എല്ലാവരും ചോദിക്കും ചാക്ക് തന്നെ വേണോ ഡ്രമ്മ് പോലെ എന്നൊക്കെ, അതായാലും മതി. ഇനി അതും ഇല്ല നിങ്ങളെടുത്ത് വെച്ചാൽ ഒരു കുഴി ഇങ്ങോട്ട് കുഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് കമ്പോസ്റ്റ് ആവും. എന്നിട്ട് അതിൽ നമുക്ക് വാഴ നടാം, ചേമ്പ് നടാം, ചേന നടാം. ഇനി ഇതിലും നടാം, ഇതിലപ്പോടങ്ങ് നടാം. നമ്മളിങ്ങനെ ചുരുക്കുക ഇത് കേട്ടോ. ചുരുക്കിയിട്ട് ഞാൻ കയറുണ്ട് മറന്ന് ഇങ്ങനെ അങ്ങ് ചുരുക്കിയിട്ട് നമ്മളിങ്ങനെ ബാക്ക് ഭാഗം കെട്ടുക. അതെന്തിനാണെന്നറിയോ? ഇത് നമ്മൾ കുത്തനെ വെച്ച് എന്തെങ്കിലും ചെടി ഇതിൽ തന്നെയാണല്ലോ നടാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാ. അപ്പോൾ നമുക്ക് റൗണ്ടിൽ നിൽക്കണത്. റൗണ്ട് നിന്നില്ലെങ്കിൽ അങ്ങ് ചെരിഞ്ഞിട്ട്
വീണ് പോവും അതിനൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടൂല. നമ്മളിങ്ങനെ കൃഷി എടുക്കുന്നവരാ. ഇപ്പം തുടക്കം തന്നെ അങ്ങ് ശ്രദ്ധിച്ചാലേ ഞാനിതിൽ ചേന ചേമ്പ് അതിൻ്റെ ടൈമാട്ടോ അത്. ചേന ചേമ്പ് ഒക്കെ നടുന്ന മഴക്കാലം തുടങ്ങല്ലേ, അതിൻ്റെ ടൈമാ. അപ്പോൾ ഇതങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കുക. അതാ ഈ പിന്നെ ഇതിട്ടാലുണ്ടല്ലോ, ഗ്ലൗസ് ഇട്ടാൽ നമ്മളെ പണി ഈസി നടക്കൂല. പിന്നെ എന്താ പേടിയാ, നമുക്കൊരു ജാഗ്രത വേണം എല്ലാത്തിനും. എടുത്തങ്ങ് മറിച്ചിടുക. എന്താ നല്ല വെള്ള കളറിൽ നല്ല ഒരു ചാക്ക്. ഇനി നിങ്ങൾക്ക് റൗണ്ടിൽ കാണണമെങ്കിൽ ഇത് പോട്ടി മിക്സ് ഇടണം. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വാഴത്തട കമ്പോസ്റ്റ്, അടിപൊളി പവർഫുൾ കമ്പോസ്റ്റ്. ഇതാക്കി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാം ഹോൾസ് ഇടും. ഇപ്പം ഇടൂര, എല്ലാം നിറയട്ടെ എന്നിട്ടിട കേട്ടോ. എന്താ ഫസ്റ്റിൽ വാഴത്തട ഇങ്ങനെ നുറുക്കിയത് ഇങ്ങനെ ഇടുക. ഇതിനൊരു നനവാ. ഞാൻ സാധാരണ എൻ്റെ കമ്പോസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിക്കും. അപ്പം ഞാൻ ഇതിൽ ഒഴിക്കുന്നില്ല, കാരണം കുറച്ച് നനവാണിത്. ഇപ്പോൾ ഒഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഒഴിക്കും. കമ്പോസ്റ്റ് മണ്ണിട്ടാൽ തന്നെ മതി. ഇതാ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാ ഞാൻ ഇട്ടേ കണ്ടോ. ഇനി ഞാനിതിൽ കുറച്ച് മണ്ണിനൊരു മാജിക് ഉണ്ട്. എന്താ അറിയോ, ഇതിലുള്ള സൂക്ഷ്മജീവികൾ പെട്ടെന്ന് ഈ ഇട്ട വാഴത്തടേനെ കമ്പോസ്റ്റാക്കി അങ്ങ് മാറ്റും. ഇപ്പം നിങ്ങൾ വെള്ള കളറിലല്ലേ കാണുന്നത്, ഇനി കമ്പോസ്റ്റ് ആയത് കറുപ്പ് കളറാവും. അങ്ങനെയൊക്കെ ഒരു മാജിക് ഉണ്ട് ഇതിന്. എന്താ കുറച്ചിട്ട് ഇനിയും മണ്ണിടട്ടെ. അല്ല മണ്ണല്ല, വാഴത്തട. ഇത് തന്നെ മതി, ധാരാളം. ഇതിലിങ്ങ് ഒരു വളർച്ച വളരൂ. കരിയിലനേക്കാൾ സ്പീഡിൽ കമ്പോസ്റ്റ് ആകുന്നതാണ് വാഴത്തടയും ചക്കമടലും. അതൊക്കെ അധികകാലം കാത്തു നിൽക്കേണ്ടി വരില്ല, കമ്പോസ്റ്റ് ആവും. ഞാൻ എൻ്റെ കമ്പോസ്റ്റ് കാണിച്ചു തന്നില്ലേ. ഇങ്ങനെ മണ്ണിടുക അങ്ങനെ പുട്ടിന് തേങ്ങ ഇടും പോലെ പെട്ടെന്ന് ഇതിലുള്ള സൂക്ഷ്മജീവികൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് മണ്ണിൽ, നല്ലത് വേഗം കമ്പോസ്റ്റ് ആക്കും. ഇനി ഞാൻ ഇടുന്നത് എന്താ അറിയോ, ഇതാ ഉണങ്ങിയത് ഇല ഉണങ്ങിയത്. ഒരു വാഴയ്ക്ക് എത്ര ഉണ്ടാവുക അല്ലേ. നമ്മൾ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് വാങ്ങിത്തരി വളം വാങ്ങിത്തരി നനക്കരി അടിച്ചൊന്നും വേണ്ട. ഒരു കത്തിൻ്റെ ആവശ്യം. ഇതൊന്ന് നുറുക്കിയാട്ടെ, നുറുക്കണം, അല്ലാണ്ടാവില്ല. ഇതും കൂടെ നുറുക്കാഞ്ഞാൽ ഒതുങ്ങി കിട്ടൂല, ചാക്കിൽ ഒതുങ്ങണ്ടേ. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അപ്പം ഞങ്ങളെ കാണിക്കാണ്ട് എനിക്ക് നടത്താം. ഒതുങ്ങുന്നില്ലെങ്കിൽ ഒന്ന് നുറുക്കുക. കേട്ടോ, ഞാൻ പണിയെടുക്കുമ്പോൾ എപ്പം കത്തി കാണാണ്ടല്ല, ആവശ്യം കഴിഞ്ഞ് അങ്ങോട്ട് ദൂരം ഇട്ടു, പിന്നെ തെരയല. നിങ്ങൾക്കുണ്ടോ അങ്ങനെ മർദിയൊക്കെ? എന്നെ പോലെ ഭയങ്കര മർദിയാണ്. കുറച്ചും കൂടി ഇടട്ടെ. ഇപ്പം ഇങ്ങനെ പൊന്തിക്കണമൊന്നും കാര്യമല്ല, ഇതങ്ങോട്ട് അമരു വറ്റമ്പിപ്പോ. ഒന്ന് ഇരിക്കുക എന്ന് പറയൂലേ, അങ്ങനെ. പിന്നെ നമുക്ക് വേണേൽ കൊണ്ടുപോയി ഇടാം. ഇതൊക്കെ വളം വാങ്ങാൻ കഴിയാത്തവരും പശുവിനെ പോറ്റാൻ കഴിയാത്തവരും അങ്ങേയറ്റം കൃഷിഭ്രാന്തുള്ളവരും അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ നിറച്ച് പോത്തി മാക്സിമം ആരോഗ്യം വെച്ച് കുത്തി നിറച്ചാൽ കുറേ കൊള്ളിക്ക. ഇപ്പം ചാക്ക് റൗണ്ട് നിന്നീരേ. ഇനി കുറച്ച് മണ്ണിടട്ടെ. ഇനി വാഴത്തട ഞാനിനി ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അത് തന്നെ ഇങ്ങനെ മാറി ഇടുക. ഇപ്പം നിറയാനായി.
ഇവിടുത്തെ ഇപ്പം എനിക്ക് ഫുള്ള് വേണ്ടി വരില്ലാന്ന് തോന്നുന്നു. വേറെ ഒരു ചാക്കിലൂടെയും വേണം ഉണ്ടാക്കാൻ. കാരണം ചേമ്പ് ചേനി എത്ര നടണോ? ഇതിവിടെ അങ്ങ് നട്ടാൽ മതിയല്ലോ. സ്ഥലമില്ലാത്തവർക്ക് ചാക്ക് വെക്കാനുള്ളൊരു സ്ഥലം മതി മുറ്റത്ത്. നമ്മളാവശ്യത്തിന് ഒരു പൂതിക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടുന്നോൽക്കൊന്നും ഇത് പറ്റൂല കേട്ടോ. ഇതൊക്കെ വീട്ടമ്മമാർക്ക് വിഷരഹിത പച്ചക്കറി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളാണ്. ഞാൻ എൻ്റെ ചേനയൊക്കെ വിളവെടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ചേമ്പ് വിളവെടുത്ത് കണ്ടില്ലേ, ഞാൻ തന്നെ കണ്ണിച്ചില്ല. അതിനൊക്കെ ഒരു ചേന ഇങ്ങോട്ട് കളിച്ചപ്പോൾ 3-4 എനിക്ക് കിട്ടി. അതൊക്കെ ഞാൻ ഈ കരിയില, വാഴത്തട അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് തന്നെയാണ്. പിന്നെ ചക്കൻ്റെത് ഇതാ കഴിഞ്ഞു, നിറഞ്ഞു. ഇനി ഇത് കെട്ടി വെക്കണമല്ലേ എനിക്ക്. ഇതൊക്കെ ബാക്കിയാ, ഇത് ബാക്കിയാ. ഒക്കെ നനവാ, മണ്ണിൻ്റെ കളറൊക്കെ നനഞ്ഞുപോയി. അടിത്തൊക്കെ കുറച്ചുകൂടി ഇടാല്ലേ. എന്താ ഇട്ട് ഇതൊന്ന് കെട്ടണമല്ലോ എനിക്ക്. ഇങ്ങനെയാണ് ഞാൻ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച് തന്നത്. ഇതിന് മേലെ കുറച്ചധികം മണ്ണിടുന്നുണ്ട് കേട്ടോ. ഇതാ മണ്ണിട്ട് കണ്ടോ അടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് കണ്ടില്ലേ. ഒന്ന് കൂത്തി നറക്കട്ടെ. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചില്ലിക്കാശിൻ്റെ മുടക്കുണ്ടോ? ഇതിലിപ്പോൾ എന്താ എനിക്ക് മുടക്കുള്ളത്? ഇത് നമ്മൾ കൂലിക്ക് ആളെ വെച്ച് വൃത്തിയാക്കേണ്ടതാ തോട്ടോ. അതാണ് നമ്മൾ ഇങ്ങനെ മാറ്റി മറിക്കുന്നത്. ഒരു ചാക്ക് നമുക്ക് എവിടെ നിന്നും ചാക്ക് കിട്ടും. എനിക്ക് റോട്ടുമ്പോൾ നിന്നൊക്കെ കിട്ടും ചാക്ക്. പിന്നെ വാഴത്തട ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ വാഴ അതൊന്നും കൂലിക്ക് എടുത്തതല്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടു, ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടു. എന്നിട്ട് കാണിക്കട്ടോ. അങ്ങനെ ഞാൻ രണ്ടറ്റും കെട്ടി ഈ ഭാഗം കുറച്ച് തുറന്നിട്ടാൽ എന്താണെന്നറിയോ, ഇത് കുറച്ച് ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും അതെന്നെ കൊണ്ടുപോയി നറക്കും. പിന്നെ ഞാൻ കുറച്ച് മണ്ണിടും. പിന്നെ കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാനിതിൽ ഒഴിക്കും. ഇപ്പം ഒന്നും ഒഴിക്കുന്നില്ല. ഇപ്പം അതൊക്കെ നനവാ, ഭയങ്കര നനവാ. അപ്പോൾ ഇനി ഹോൾസ് ഇടണം. ഹോൾസ് ഇട്ടില്ലേ പ്രയാസം എന്താണെന്നറിയോ, ഈ ഹോൾസ് ഇട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വെള്ളം കെട്ടി നിന്നാലേ അതിൽ പിന്നെ പുഴുക്കൾ വരും. പുഴുക്കൾ വന്നാൽ നമുക്ക് മൊത്തത്തിലൊരർപ്പാണ്. പിന്നെ ഓരോരുത്തർ പുഴുക്കൾ ഉണ്ടായാൽ അനുഗ്രഹമായി കാണുന്നവരുണ്ട്. എന്താ അറിയോ, കോഴിനെ പോറ്റുന്നവർക്കൊക്കെ ഒക്കെ നല്ലതാണ്. എനിക്കിന്നെ അതൊന്നുമില്ല. ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ അങ്ങ് ഇടുക. എന്നാൽ ഉള്ള വെള്ളം ഒരു ചെടീൻ്റെ മരട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതിന്ന് ഒലിച്ചു പോകുന്ന നല്ല മരുന്ന് അമൃത ചെടികൾക്ക്. അപ്പോൾ അതിങ്ങനെ ചെടീൻ്റെ മരട്ടങ്ങ് വെച്ച് കൊടുത്താൽ അന്ന് ഒലിച്ചോളൂ. നമുക്ക് നല്ല പവർഫുൾ വളവും കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇത് വളമായി നിൽക്കട്ടെ. വളമായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കപ്പ നടാം. ഇനിയിപ്പം മേലെ ഇങ്ങനെ കുത്തി കപ്പ നടാം, അല്ലെങ്കിൽ കിടത്തിയിട്ട് 2 കപ്പ നടാം. ചേന നടാം, ചേമ്പ് നടാം, ഇഞ്ചി നടാം. ഇതിങ്ങനെ കിടത്തിയിട്ട് അവിടെയും ഇവിടെ ഒരു 8-10 ഇഞ്ചി നടുക. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സൂത്രവിദ്യയിലൂടെ നമുക്ക് വേണ്ട എല്ലാം നമ്മൾ ഉണ്ടാക്കാം. പിന്നെ ഇതിലാണ് പൊന്നാങ്കണ്ണി നടാം. അങ്ങനെ എന്തൊക്കെ ഇതിൽ തന്നെ നടാം. ഈ വളം നമ്മൾ തൊടണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ വീട്ടിൽ അടുക്കളയിൽ ഫുഡ് വേസ്റ്റ് ഇല്ലേ, എണ്ണൻ്റെയൊക്കെ അത് തൊടിക്കാൻ പറ്റൂല കേട്ടോ. എങ്ങാനും നിങ്ങൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എലി ഒളിച്ചിരിക്കുന്നുണ്ടാവും, അത് കാണുന്നുണ്ടാവും. നമ്മളങ്ങ് പോയാൽ ഇവർ ഓടി വന്നവർ ഭയങ്കര സ്മെല്ല് പിടിക്കുന്നവരാ. വന്നിട്ട് ഇതിങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് പൊട്ടിച്ച് വലിച്ചങ്ങിടും. പിന്നീട് നമ്മൾ വന്ന് നോക്കുക, നമുക്ക് സങ്കടമാവും. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ തീരുമാനിച്ച് കളി അത് ഉണ്ടാക്കുമ്പം തന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിൽ ഇടൂരാന്നുള്ളത്. എന്നാൽ നമുക്ക് സൂപ്പർ അടിപൊളി ഇതാ. ഇത് പിന്നെ വെയിറ്റ് ഉണ്ടാവും. ഇത് വാഴത്തടയാ, കരിയില പോലെയല്ല. ഇതെൻ്റെ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചതാ. നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാനേ. ഓ അടിപൊളിയായിണ്ടായിന് കേട്ടോ. ഇതാ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടായത് കണ്ടോ. അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്, എങ്ങനെ ശ്രദ്ധിച്ചാലും പ്ലാസ്റ്റിക്. നിങ്ങളങ്ങനെ കാണിച്ചു തരുന്ന ഇതുപോലെ ഉണ്ടാവും നമ്മൾ ആ കാണിച്ചു തന്നത്.
ഉണ്ടോ എന്നാ ഓരോന്നോരോന്ന് പീസ് ഉണ്ടാവും അതൊന്നും നോക്കണ്ട ഒക്കെ കമ്പോസ്റ്റ് ആയിക്കോളൂ. ഇപ്പോൾ എൻ്റെ വാഴത്തട കമ്പോസ്റ്റ് കണ്ടില്ലേ, ഞാൻ ഇപ്പം ഉണ്ടാക്കിയങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഉഷാറിൽ വരും. എങ്ങനെയൊക്കെ പ്ലാസ്റ്റിക്കും കുടുങ്ങും ഒക്കെ എന്നോട് തന്നെ കുടുങ്ങുന്നതാ. ഇതിൻ്റെ ഏല കേട്ടോ, ആരോ ഒന്ന് ചോദിച്ചിരുന്നു ഏലം പൂക്കുന്ന ഇപ്പാണോ. എൻ്റെ ഏലം പൂത്ത്, എൻ്റെ ഏലം പൂത്ത് കായ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏല നീളത്തിൽ ഇങ്ങനെ പോകുന്ന നിലത്തൂടെ പോകുന്നതല്ല, അതുകൊണ്ട് ഇത് സൂപ്പർ നല്ല സുഖം അങ്ങനെ വിളവെടുക്കാൻ. എൻ്റെ ഏല ഇതിൻ്റെ ഏലത്തോട്ടാ, എൻ്റെ ഫ്രൂട്ട്സ് തോട്ടം എല്ലാം കൂടെയാ. ഇത് ഓർക്കാപ്പുളി എന്ന് പറയൂ, ഇരുമ്പമ്പുളി എന്ന് പറയൂ, അങ്ങനത്തെ പുളിയാണ്. ഇത് മീൻ കറിയിൽ ഇടുക, അച്ചാർ ഉണ്ടാക്കുക. ഇത് ജാതി എന്നാൽ കുറേ പറിച്ചു ജാതിക്ക, അതെല്ലാം ഉണ്ട്. ഒക്കെ പൂവിട്ട് എൻ്റെ ഏല കേട്ടോ. ഞാനെപ്പോഴും തോട്ടം ഇങ്ങനെ ക്ലീൻ. ഇതെന്താ അറിയോ, ഇതാണ് മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിന് എപ്പോൾ തണുപ്പാണ് വേണ്ടത്. ഞാൻ അടിയിലുണ്ട് വാഴൻ്റെ ഇലയും തണ്ടൊക്കെ വെച്ച് കൊടുത്താൽ അതിനൊരു തണുപ്പാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നനച്ചു കൊടുത്താൽ മതി. ഇതിന് തണലിൽ വളരുന്ന ചെടിയാണ് മാംഗോസ്റ്റിൻ. ഇതപ്പോൾ അടുത്ത് നട്ടത് ഉഷാറായി, എന്നെക്കാളും പോക്കാൻ പറ്റി. ഇവിടെ തെങ്ങിന് ഏതായാലും വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ഓസിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുറ്റും ചീര വെച്ച് കൊടുത്തുക, പൊക്കാൻ വിടൂല. ഇതപ്പം ഉണ്ടാകുന്നുണ്ട്, ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ തെങ്ങിലേക്ക്. ഇതൊക്കെ ഞാൻ എൻ്റെ വളം ഇടും കേട്ടോ, അടൊക്കെ അതാ. അപ്പോൾ എൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കൽ വീഡിയോ അത്രയേ ഉള്ളൂ. കണ്ടല്ലോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നോട് കുറേ പേര് ഇന്നലെ വന്നവരെന്നോട് പറഞ്ഞു 4 ചാക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. വളം പൈസ കൊടുക്കാൻ കഴിയായിട്ടല്ലേ, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഇത് വീടും പരിസരവും ഒക്കെ അത് വൃത്തിയാവൂലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.